എന്തോന്നടി അതൊക്കെ വരണ്ട് കിടക്കുന്നു. മറ്റേ മരുഭൂമിയില് മഴ പെയ്തതുപോലെ. കുറച്ച് മതി. എണ്ണയൊക്കെ ആവിയായി പോണാടി. ഭയങ്കര ഡ്രൈ മുടിയൊക്കെ. നിറച്ച എണ്ണ തേച്ചാലേ മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ, നന്നായിട്ട് വളരത്തുള്ളൂ. പണ്ടൊക്കെ എന്റെ കൊച്ചിലെ എന്റെ അമ്മ ദിവസം ഒരു തോട എണ്ണ തലേ തേക്കുമായിരുന്നു. ഒരു കുടം എണ്ണ? കുടം അല്ല, ഒരു തോട നിറച്ചും തേക്കുമായിരുന്നു. അത്രയും മനസ്സിലാക്കിയാ മതി. എനിക്ക് എണ്ണ തേക്കണമെന്ന് ഇഷ്ടമല്ല അമ്മ. ഒരുമാതിരി പശു നക്കിയതുപോലെ. പശു നക്കി. ഇപ്പോഴത്തെ പിള്ളേരെ പോലെ മറ്റേ പറത്തി അടിച്ച് കിടക്കാം. കുറച്ചു നേരം കഴിഞ്ഞ് കുളിച്ചാ മതിയേ കേട്ടോ. കെട്ടിവെക്ക്. പിങ്കി വാ. എന്തിന് തലയിൽ എണ്ണ വെച്ചിട്ട്? ആ എണ്ണ തുണിയിലൊന്നും ഞാൻ ഇല്ല. ഈ എന്തുവാടി മുടി? എന്തെന്റെ മുടിക്ക് കുഴപ്പം? മുടിക്ക് എന്തോന്ന് കുഴപ്പമൊന്നും, മറ്റേ ചകിരി പോലെ ഇരിക്കുന്നു. അമ്മ, ദിസ് ഇസ് നോട്ട് ചകിരി, ദിസ് ഇസ് കേളി ഹെയർ. കേളി ഹെയറാ? ഞാൻ കഷ്ടപ്പെട്ട് CG മെത്തേഡൊക്കെ ചെയ്താണ് ഇത് ഇങ്ങനെ വെച്ചാണ്. ഒരാഴ്ച കുളിക്കാതിരുന്നാലേ ആരുടെ തല ഇതുപോലെ. വാ എണ്ണ വെച്ച് തരാം. എനിക്ക് പോയി. എനിക്ക് അലർജിയാണ് എണ്ണ. മുഖത്തൊക്കെ ഒലിച്ചിറങ്ങി ഒരുമാതിരി. എണ്ണ തേച്ച് കഴിഞ്ഞാൽ നിറച്ച് മുടിയെങ്കിലും ഉണ്ടാവും. പണ്ടൊക്കെ ഒരുപാട് എണ്ണ തേച്ചതുകൊണ്ട് ഇത്രയും പൊഴിച്ചിലുണ്ടായിട്ടും ഇത്രയെങ്കിലും ബാക്കിയുണ്ട്. നീയൊക്കെ വലുതാകുമ്പോ മൊട്ടയായി പോവും. കുഴപ്പമില്ല, മൊട്ട ട്രെൻഡാണ്. പിന്നെ നന്നായിരിക്കും കാണുമ്പോ. കഷണ്ടി വരുമ്പോഴേ അറിയുള്ളൂ. നോക്കിയാ നീ ഉറങ്ങുമ്പോ ഞാൻ എണ്ണ തേച്ചു തരും. ആരമ്മ അത്? നല്ല വഴിപോക്കനായിരിക്കും. வணக்கம் 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 வணக்கம். എന്തെങ്ങളെ கை பார்த்தே பலன் சொல்லுவேன், நடக்கக்கூடிய காரியங்கள் எல்லாமே சொல்லுவேன். കൈ നോക്കുന്ന ആളാണല്ലേ? ஆமா. വേണ്ട കേട്ടോ, വിശ്വാസം ഇല്ല ഞങ്ങക്ക്. நீங்க நம்பணும். நீங்க ஏதோ கைய பார்த்து நல்ல நம்பிக்கையா சொல்லுவேன், எல்லாமே நடக்கும், சொல்றபடி நடக்கும். അയ്യോ അതുകൊണ്ടല്ല, ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യം ഇല്ലാത്തോണ്ടാണ്. ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ല ഞങ്ങക്ക്. ஐயா இது யாரு? இந்த குஸ்தியில குஸ்தி போட்டி இருக்குல்ல, அதுல கலந்து ലോകം മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന ഒരു പെരിയ ആളമ്മാ നീ. ആമാ. അല്ല, ഇതൊക്കെ അങ്കിളിന് എങ്ങനെ അറിയാം? கடவுள் சொல்றேன், நான் சொல்றேன். ஆமா, கடவுள் ഇതൊക്കെ അറിയായിരിക്കും. இது யார் இருக்கா? ഞാൻ. எல்லா மக்களையும் நல்ல அன்பா ஸ்நேகமா பழக்கி கூட இருந்து நல்லபடியா எல்லாம் பண்ணி கொடுத்து பெரிய பேரே வாங்கிடுவாங்க. സാമൂഹ്യ പ്രവർത്തനം കുറച്ച് മുന്നേ കൂടെ ഞാൻ ആലോചിച്ചേ ഉള്ളൂ. கடவுளே கடவுளே. சொல்லுங்கம்மா, இந்த கையை கொஞ்சம் நீட்டுங்கம்மா. നീട്ടമ്മാ, ഇത്രയും പറഞ്ഞില്ലേ? കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞേ? கொஞ்சம் நீட்டுங்க. നോക്കാല്ലേ? നോക്കാം. ஆமா. ഭാവിയൊക്കെ ഈ പറയും. കൈ മതിയാ? அந்த கை, அந்த ഈ கை കയ്യാ? தள்ளுங்கம்மா, தள்ளுங்க. അവിടെ ഇരിക്കുന്നു. വിശാലോട്ട് നോക്കാം. ஏம்மா. உங்க வீட்டுல ஒரே ஒரு பொண்ணு, ஒரே ஒரு அண்ணா. அப்பாவுக்கும் அம்மாவுக்கும் ரொம்ப செல்ல பிள்ளையா வளர்ந்தீங்க. எங்க அப்பா உங்க மனசுல ஒண்ணுமே இல்லை, ஏதாவது இருந்தா டப்போ டப்போ டப்போன்னு சொல்லிடுவீங்க, அப்படித்தானே? ஆமா, உங்க கணவர் எங்க? ഓഫീസില് എത്തിയില്ല. உங்க கணவருக்கு உங்ககிட்ட நல்ல அன்பு இருக்கு, நல்ல സ്നേഹം ഉണ്ട്. എന്നാ പോലും ചിലപ്പം ചില ചിന്ന ചിന്ന പ്രശ്നങ്ങൾ. എന്തോ പ്രശ്നം? എന്തോ പ്രശ്നം? சின்ன சின்ன பிரச்சனை. தள்ளுங்கம்மா, தள்ளுங்க. பாபா, ஒரு பெரிய അപകടം, ഡേഞ്ചർ. അപകടോ? ஆமா. ആർക്ക്? എവിടെ? എന്തോ? உங்க கணவருக்கு ஏதாவது வாகனங்கள் ஏதாவது இருக்கா? സ്കൂട്ടർ ഉണ്ട് അച്ഛന്. எப்படி? ഒരു സ്കൂട്ടർ ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്.
എന്തോന്നാണ്? ரொம்ப பெரிய ஒரு அபகடம்னு சொன்னேன்டா. ஒரு ஆக்சிடென்ட் நடக்க போகுது. അയ്യോ அந்த வண்டியில அவரு போகும்போது கூட்டுக்காரனோ அல்லாட்டா அப்படி யாராவது இருந்து போகும்போது அவருக்கு ஒரு அபகடம் ஆக்சிடென்ட் நடக்க போகுது. ആ സ്കൂട്ടറിലാ? ஆமா. അയ്യോ, ആ വൃത്തിയായിട്ട സ്കൂട്ടർ വിറ്റ സ്കൂട്ടറിനെ തിരിച്ചു വാങ്ങിച്ചോണ്ട് വന്നത് തന്നെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അതുകൊണ്ട് പ്രശ്നമാണ്. എന്തോ அந்த ஸ்கூட்டரு விற்த்திகிட்ட ஸ்கூட்டரா? ஐய. அப்போ அந்த அபகடத்துல ஏதாவது பெரிய இது வந்துரும். ഇതിലെന്തെങ്കിലും പരിഹാരം ഉണ്ടോ അങ്കിളെ? இருக்கு. എന്നാ? എന്താ? கணவனுக்கும் உங்களுக்கும் இடையில உள்ள ஏதாவது நெருங்கின சாதனங்கள் ஏதாவது இருக்கா? കണവനും അച്ഛനും അമ്മയ്ക്കും അറ്റാച്ച്മെന്റ് അച്ഛനും അമ്മയ്ക്കും അറ്റാച്ച്മെന്റ്. അച്ഛന് മാത്രമാണെങ്കിൽ ഇവിടെ ഒരു പാട്ട സ്കൂട്ടർ ഉണ്ട്. അല്ല, സ്കൂട്ടർ ഉണ്ട്. അത് അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛനെടുത്തോണ്ട് പോയി. പിന്നെ ഉള്ളത് ബാങ്ക്, വീട്, നമ്മള്. അച്ഛന് മാത്രമാണെങ്കിൽ അമ്മയുണ്ട്. அந்த பாட்ட ஸ்கூட்டர் தான் ரொம்ப அபகடம், ரொம்ப டேஞ்சர். அதனாலதான் ஆக்சிடென்ட் உண்டாக போகுது. അത് വേണ്ടാം. വേറെ ഏതാവത് ഇരിക്കാം. അമ്മയുണ്ട്, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ മാത്രം വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. ഇത് എത്ര പവൻ இருக்கும்? ഇതാ? അതൊക്കെ എന്തിനാ അറിയണേ? എന്തിന്? இதை கொண்டு போய் பூஜை பண்ணி கொண்டு வந்து கொடுத்தா, நீங்க இதை இங்க போட்டிருந்தா அவருக்கு இந்த டேஞ்சர் வராது. ஆக்சிடென்ட் ஒழுகாയി போகும். ഈ താലി വെച്ചാ? താലി നിങ്ങൾ രണ്ടുപേരും അറ്റാച്ച്മെന്റ് ഉള്ള അതാണ് சொன்னேன். അപ്പൊ എല്ലാ പ്രശ്നങ്ങളും പോവോ? എല്ലാം പോയിരും. ആമാ, കുടുങ്ങോ. താലിന്ന് തരാൻ പറ്റൂല. നീ ഭയപ്പെടാതിങ്ങമ്മാ, പോയി പൂജ പണി അപ്പഴേ കൊണ്ടു കൊടുത്തുറേൻ. അതൊന്നും വേണ്ട. நல்லதுன்னு வேண்டிட்டല്ലേ. ഞാൻ വേറെ അമ്പലത്തിൽ പോയി വല്ലതും പൂജ ചെയ്തോളാം. என்னம்மா சொல்றீங்க? உங்க கணவருடைய உயிர் காப்பாற்ற வேண்டாமா? മാലയൊന്നും തരാൻ പറ്റൂല. എന്തോന്നമ്മ, അച്ഛൻ അറിഞ്ഞ വഴക്ക് പറയും. അല്ല, അത് അച്ഛനല്ലേ அறியக்கூடாது. நான் பூஜை பண்ணி இங்க கொண்டு வாரது வரை உங்க அச்சனும் உங்க பர்த்தாவும் இதை அறியக்கூடாது. அறியக்கூடாது. அப்படி அறிஞ்சா இந்த பூஜையோட பலம் അമ്മ കൊടമ്മ. പ്രശ്നവും പിള്ളേരെ. താലി പോയാ വേറെ താലി കിട്ടും, അച്ഛൻ പോയാ വേറെ അച്ഛനെ കിട്ടും. എന്തോന്ന് പിള്ളേരെ പറയണത്? உங்க கணவர் உயிர் தானே முக்கியம், தாலியா முக்கியம். கொடுங்க கடவுளே. എനിക്ക് പേടിയാവണ്. കുഴപ്പമില്ല, അങ്കിള് പൂജ അതിന്റെ കൊണ്ടുവരൂലേ? பூஜை செஞ்சே இப்படி போய் அப்படி வந்துடும். കൊണ്ടുവരും. കേട്ടോ? പ്രശ്നാവോ? ഇല്ല, போய் ஒண்ணும் ஆகாது. கொடுங்கம்மா, கொடுங்க கடவுளே. എപ്പോ കൊണ്ടുവരും? இத பூஜை பண்ணி உடனே கொண்டு வந்துருவேன். ഇപ്പൊ തന്നെ കൊണ്ടുവരുമോ? இப்ப கொண்டுருவேன். ஆமா, ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ലേ പൂജ? போட்டுங்கம்மா. ഇവിടെ ഇരുന്ന് പൂജ ചെയ്യാൻ പറ്റൂലേ? இங்க இருந்து பண்ண முடியாது. இது அங்க கோயில் சாமிங்கெல்லாம் அங்கதான் இருக்காங்க. அங்க வச்சுதான் பூஜை பண்ணணும். ஒரு கண்டிஷன், நான் இது பூஜை பண்ணி திருப்பி கொண்டு வரது வர இந்த விஷயம் உங்க கணவனுக்கும் தெரியாது, உங்க அச்சனுக்கும் தெரியக்கூடாது. அப்படி இருந்துக்கிட்டோம், அப்படியே இருந்துக்கிட்டோம். ஆமா, அவருக்கு தெரியக்கூடாது. நீங்க இதை யார்கிட்டயுமே சொல்லக்கூடாது. நீங்க யார்கிட்டயாவது நான் இப்படி வாங்கிட்டு போனேன்னு சொன்னீங்க, அப்போ இதனுடைய பலம் போயிடும். உங்க அப்பாவுக்கு ஆக்சிடென்ட் ஆயிரும், அவர் உயிர் போயிடும். அதனால யார்கிட்டயுமே இந்த விஷயத்த சொல்லிடாதீங்க. கடவுளே காப்பாத்து. இங்க போதும், போயிட்டு வரேன். என்னம்மா பத்திரமா? ஆமா, சீக்கிரமா வந்துடும். என்ன கொண்டு வரனே? இப்ப തന്നെ കൊണ്ടുവരണം. ஆமா, இப்பதான் வந்துருவேன். சரி, പെട്ടെന്ന് വരണേ. போயிட்டு வரேன். புக்கு வந்துருவேன். பண்ண ദൈവമായിട്ടാണ് അങ്കിളിനെ കൊണ്ടുവിട്ടത്. എന്റെ അച്ഛനൊന്നും വരത്തല്ലേ. എനിക്ക് പേടിയാവും. പേടിക്കണ്ടമ്മ,
ആ സ്കൂട്ടർ എനിക്കറിയാം. എവിടെ പോയി കിടക്കാം മക്കളെ? അച്ഛൻ ഫോൺ എടുക്കണില്ല. അമ്മ അച്ഛൻ വല്ല ജോലി തിരക്കിലും ആയിരിക്കും. എത്ര ജോലി തിരക്കിലാണെങ്കിലും അച്ഛൻ ഫോൺ എടുക്കണതല്ലേ. അല്ലെങ്കിൽ അമ്മയുടെ മിസ് കോൾ കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വിളിക്കും. അത് ഇത്രയും പ്രാവശ്യം മിസ് കോൾ കാണുമ്പോഴത്തേക്കും ആരെങ്കിലും തിരിച്ചു വിളിക്കൂലേ? എനിക്ക് പേടിയായിട്ട് വയ്യ. പറഞ്ഞു ഞങ്ങളെയും കൂടി ടെൻഷൻ ആക്കല്ലേ. ടെൻഷൻ ആവാതിരിക്കാൻ പറ്റുമോ മക്കളെ? ആ സ്വാമിയാര് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ആ വണ്ടി ആണെങ്കിൽ അറിയാലോ, അത് ബ്രേക്ക് ഒന്നും പിടിച്ച് അത് കിട്ടൂല. എങ്ങനെയോ ആണ് അത് ഓടിച്ചു പോണത്. പേടിപ്പിക്കല്ലേ അമ്മ? എന്തോ ഫ്രണ്ട്സിന്റെ കൂടെ വല്ലതും മറ്റേ ഓഫീസിലുള്ള ആൾക്കാരെ കൂടെ മറ്റേ ഇൻസ്പെക്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാ. ഒന്ന് വിളിച്ച് സമാധാനത്തിന് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനിക്കായിരുന്നു. അമ്മ എത്ര പറഞ്ഞാലും കേൾക്കത്തൂല. ആ കണ്ടീഷൻ അല്ലാതെ വണ്ടിയും കൊണ്ടേ പോവുള്ളൂ. ഇങ്ങനെ പേടിക്കൽ ടെൻഷൻ അടിക്കല ഒന്നും വരൂല അമ്മ. അമ്മ വരൂലായിരിക്കാം, പക്ഷെ പേടി വരും. അമ്മ ആ അങ്കിളില്ലേ, ആ അങ്കിള് പറഞ്ഞിട്ട് പോയത് എന്താണ്? ഉം. പ്രാർത്ഥിക്കാനല്ലേ? ഉം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ശരിയാണ്, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അതെ, പ്രാർത്ഥിച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്നാ വാ. നന്നായിട്ട് പ്രാർത്ഥിക്കണം അച്ഛന് വേണ്ടിട്ട്. ഭഗവാനെ, രവിയേട്ടാ വിളിക്കുന്നു. ആ രവിയേട്ടാ, മണി എത്ര പ്രാവശ്യം ഞാൻ വിളിച്ച എന്താ ഫോൺ എടുക്കാത്തെ? അത്യാവശ്യമായിട്ട് ഞാൻ ഇവിടെ സുമലതയുടെ വീട് വരെ വന്നതാണ്. അത്യാവശ്യമായിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം മണി. അങ്ങോട്ട് കാര്യം പറയട്ടെ. ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഇത് കാര്യം പറയണതിന് മുന്നേ എന്തോ പറഞ്ഞേ? നമ്മളിവിടെ അങ്ങേർക്ക് അപകടം വരുമെന്ന് പേടിച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോണ്ടല്ലോ അങ്ങേര് സുമലതയുടെ വീട്ടിൽ പോയിരിക്കുന്നു. വരട്ടെ, കാണിച്ചു കൊടുക്കാൻ. സുമലതയുടെ വീട്ടിലാ? അമ്മ അമ്മ എനിക്കൊരു സംശയം. എന്തോന്നു? അച്ഛനൊരു അപകടം വരുമെന്ന് പറഞ്ഞില്ലേ, അതിന് ഈ സുമലത ആന്റി ആയിരിക്കോ? ഒന്ന് തെളിച്ച് പറയടി അമ്മ. കൂട്ടുകാരോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആരോ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് അപകടം പറഞ്ഞെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതിനി ഈ സുമലത ആന്റി ആയിരിക്കുമോന്ന്. സുമലത ആന്റിയുടെ കൂടെ വണ്ടിയിൽ പോകുമ്പോഴാണ്. ഇവക്ക് ഓരോന്ന് തോന്നുന്നതാണോ? പോടി എണീച്ച് ഓരോന്ന് വിളിച്ച് പറയണത്. അല്ല, അവള് പറയുന്നതിലും കാര്യമുണ്ട്. എനിക്കും ചിലതൊക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനെ ഈ സുമലത എന്ന് പറയുമ്പോ 100 നാവാണ്. ഞാൻ രാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് കറികളൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കൊടുത്തു വിടൂലേ, എല്ലാ കറികളും അവർക്കും ഉണ്ടായി കൊണ്ട് തീറ്റിപ്പിക്കുന്നത്. അത് മാത്രമൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തോന്നോ പറമ്മ, എന്റെ അടുത്ത് പറ. രവിയേട്ടന്റെ മീശ മേടിച്ച രവിയേട്ടനെ കാണാൻ നല്ല അടിപൊളി ലുക്കാണെന്ന് സുമലത പറഞ്ഞത്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ മീശ മേടിക്കാൻ നടന്നിരിക്കണം. അറിയോ നിങ്ങൾക്ക്? അതപ്പം അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കണം. ഞാൻ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വേറൊരു സംഭവം ഉണ്ട്. ചുവപ്പ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ രവിയേട്ടൻ നല്ല സ്മാർട്ട് ലുക്കാണെന്ന് അവർ പറഞ്ഞു. ഉടനെ പിന്നെ ചുവപ്പ് ഷർട്ട് ഊരൂല, അതും ഇട്ടിങ്ങനെ നടക്കന്നെ ദിവസവും. ഇല്ല, ഇപ്പൊ ഷർട്ട് കാണാൻ പോലും ഇല്ലല്ലോ. അത് ഞാൻ അയൺ ബോക്സ് വെച്ചും കരിച്ചു കളഞ്ഞു. വരട്ടെ, ശരിയാവൂല ഇത്. എനിക്കിപ്പോ എന്തു ചെയ്യണമെന്ന് അറിഞ്ഞൂടാ അമ്മ. അമ്മ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പം എന്തോ ഒരു പന്തികേടുണ്ടോ അമ്മ ഇതില്? നിർത്തടി, എന്റെ അച്ഛൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതായത് അമ്മ വിശ്വാസം ഇല്ലെന്നല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇവളങ്ങനെ അമ്മ. ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഈ സുമലത ആന്റി എങ്ങനെ ഇരിക്കും കാണാൻ? പെണ്ണിനെ പോലെ ഇരിക്കും. ഈ കൊച്ചു വലിയ ശല്യമായില്ലത്. എങ്ങനെ ഇരിക്കും അമ്മ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ അമ്മ? ഇന്നാള് ബാങ്കിൽ എന്തോ ആരുടെയോ കല്യാണം എന്ന് പറഞ്ഞു പോയില്ലേ, അപ്പൊ വന്നില്ലേ ഇവിടെ? അവിടെ വന്നില്ല, ഞാൻ കണ്ടിട്ടില്ലെന്ന്. എന്താ ചോദിച്ചെന്താ? അതമ്മ, സുമലത ആന്റിക്ക് അമ്മയെ കാട്ടി സൗന്ദര്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ചോദിച്ചത്. സൗന്ദര്യം ഉണ്ടെങ്കിൽ അമ്മ സംശയിച്ചത് ശരി തന്നെ അമ്മ. എന്തോന്നു? ആന്റി അച്ഛനും തമ്മി
എന്നാ എനിക്കൊന്ന് അറിയണം. എനിക്ക് രണ്ടാലൊന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് ഓഫീസിൽ പോയ അങ്ങേര് സുമലതയുടെ വീട്ടിൽ പോകേണ്ട കാര്യം എന്താണ്? അമ്മ ഈ കുത്തിത്തിരിപ്പുകാരിയുടെ വാക്കും കേട്ട് അച്ഛൻ ഇങ്ങനെ അവിശ്വസിക്കാൻ അമ്മയ്ക്ക് നാണാവുന്നില്ലേ? അല്ല, എന്റെ അച്ഛൻ വരട്ടെ, എനിക്ക് ഇതിന്റെ കാരണം അറിയണം. എന്തിനിന്ന് സുമലതയുടെ വീട്ടിൽ പോയി അവര് തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്കറിയണം. അമ്മ അച്ഛൻ വരുമല്ലോ, നമുക്ക് ചോദിക്കാം. ഇല്ല, വരട്ടെ, വരുമ്പോ ചോദിക്കുന്നുണ്ട്. രണ്ടും ഞാൻ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അമ്മ അച്ഛനും ആന്റിയും തമ്മിൽ ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഞാൻ പിന്നെ ഈ വീട്ടിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ ഡിവോഴ്സ് ചെയ്യും. ആത്മഹത്യ ചെയ്യാനൊന്നും എന്നെ കിട്ടൂല. അപ്പൊ ഞങ്ങളോ? നിനക്ക് നിന്റെ അച്ഛനെ വലിയ വിശ്വാസമല്ലേ? നീ ജീവിച്ചു നിന്റെ അച്ഛന്റെ കൂടെ. രണ്ടാനമ്മയുണ്ടാവും. ചെല്ല്. അമ്മ അമ്മ ചേച്ചി, ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ അനാഥയാവോ ചേച്ചി? നീ മിണ്ടരുത്. ഞാൻ എന്ത് ചെയ്ത്? ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിലും കാര്യം പറയണ നാട്ടുകാർക്ക് പിടിക്കൂല. ആ ആന്റിയെ കയറി അമ്മ എന്നൊന്നും വിളിക്കാൻ നീ എന്നെ നിർബന്ധിക്കരുത്. എനിക്കൊന്നും പറ്റൂല. എനിക്ക് എന്റെ അമ്മയെ ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. ഞാൻ പഠിച്ചിട്ട് മിണ്ടോ തലമുണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും കേട്ടല്ലോ. എനിക്ക് പോടി. പാവം എന്റെ അമ്മ. എനിക്കിത് കിട്ടണം. നല്ല നല്ല ആലോചനകൾ വന്നപ്പോ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ മതി എന്ന് ഞാൻ പറഞ്ഞു. മതി, അനുഭവിക്കണം. ഞാൻ എത്ര നല്ല ജീവിതം കിട്ടട്ടെ. ഞാൻ തീ പിന്നെ തീ. അമ്മ അമ്മ എന്തിനിങ്ങനെ ഇരുന്ന് കരയുന്നേ? പിന്നെ കരയാതെ വിഷമിക്കണ്ട അമ്മ. എടി, നിങ്ങൾക്ക് അറിയോ എത്ര എത്ര നല്ല ആലോചനകൾ വന്നാണെന്ന് അറിയോ? എന്നെ കാണാൻ ആരെ പോലെ ഇരുന്നെന്ന് അറിയാലോ നിനക്ക്? എല്ലാരും പറയുന്നു നാട്ടിലുള്ളവരൊക്കെ സിനിമാ നടി ശോഭനയെ പോലെ ഇരുന്ന പെണ്ണാണ് ഞാൻ. ശോഭനയാ? കുറച്ചൊന്ന് മയത്തി പറയാൻ ശോഭനയും അമ്മയും കൂടെ അങ്ങ് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക്. ആസ്ഥാനത്ത് കോമഡി പറയുന്നത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എത്ര നല്ല നല്ല ചെക്കന്മാര് വന്നിട്ടുണ്ടെന്ന് അറിയോ കല്യാണം ആലോചിച്ചിട്ട്. ഒരു ഡോക്ടർ വന്നേ, കണ്ട മമ്മൂക്കേനെ പോലെ ഇരിക്കുവായിരുന്നു. നല്ല 6 അടി പൊക്കവും വെളുത്ത് തുടുത്തിരുന്ന മനുഷ്യൻ, വെള്ളാരം കണ്ണൊക്കെ ആയിട്ട്. എന്റെ അച്ഛനെ കണ്ടിട്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല. സൗന്ദര്യം കൂടിപ്പോയി, അതുകൊണ്ട് ഭയങ്കര ജാടയായിരിക്കും എന്ന് പറഞ്ഞു. അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കല്യാണം കഴിക്കാൻ. ഉടനെ ഞാൻ യെസ് പറഞ്ഞു. ഇങ്ങനെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഞാൻ അനുഭവിക്കണില്ലേ? അതിന് മാത്രം ഇവിടെ എന്ത് സംഭവിച്ചമ്മ? ഒന്നും സംഭവിച്ചില്ലേ? ഷോ, നമ്മൾ ഈ ഡോക്ടറിന്റെ മക്കളായിട്ട് ജനിക്കാനുള്ളതായിരുന്നല്ലേ. പറഞ്ഞതേ ഉള്ളൂ. അമ്മ, ഞാൻ ഒരു കാര്യം പറയാനല്ലേ അമ്മയ്ക്കൊന്നും തോന്നരുത്. അമ്മ ഇന്നേ വരെ അച്ഛന്റെ മുഖത്ത് നോക്കി അച്ഛൻ സുന്ദരനാണെന്നോ അല്ലെങ്കിൽ അച്ഛൻ സ്മാർട്ട് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ആ സുമലത ആന്റിയാണ് പറഞ്ഞത്. അപ്പൊ ആ പറച്ചില്ല അച്ഛൻ വീണില്ലെങ്കിലേ ഉള്ളൂ സംശയം. എടി, കുടുംബ കലക്കാൻ വേണ്ടി ഇറങ്ങാതെ എണീറ്റ് പോടി. ഓ, എന്നാലും അങ്ങേർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ട്? ഈ പട്ടാപ്പകൽ അവളെ വീട്ടിൽ പോയിരിക്കണം നോക്ക്. അതെ, അമ്മ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. നീ എന്റെ കൂടെ വാ. വാ, പോ. അമ്മ ഇന്നലെ എന്നെ വിളിച്ചത് അമ്മ. ചേച്ചി, എല്ലാം ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് തന്നെ ആ കൈ നോക്കണ അങ്കിള് നമ്മളെ വീട്ടിൽ വരാനും അതേ ദിവസം തന്നെ അച്ഛൻ സുമലത ആന്റിയുടെ വീട്ടിൽ പോവാനും എല്ലാം കൂടെ ഒന്ന് ആലോചിച്ചു. ആ പൂജ കഴിയുമ്പോ എല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? എനിക്ക് തോന്നണില്ല. നീ എന്തുവാടി ആലോചിക്കണേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, അവര് തമ്മിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കൂടെ പോവോ അതോ അമ്മേരോടെ പോവും? നിർത്തടി, എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണ ഒരു കുറ്റമാണോ? പ്രാക്ടിക്കല്. എന്താണ് രണ്ടും വെളി ഇറങ്ങിക്കണേ? മണി 2-ന് ഇറക്കി വിട്ടാ? നമ്മളാരും ഒന്നും ഇറക്കി വിട്ടില്ല. എന്ത് രണ്ടുപേർക്കും ഒരു ഗൗരവം എന്ത് പറ്റി? എവിടെയായിരുന്നു അച്ഛൻ ഇത്രയും നേരം? ഞാൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സുമലതയുടെ വീട് വരെ പോയി. ആ, സുമലതയാണ് പ്രശ്നം. എന്ത് സുമലതയ്ക്ക് പ്രശ്നം? സുമലതയുടെ വീട്ടിൽ പോയതും പോരാ, ഒരു ഉൾപ്പില്ലാത്തത് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ടല്ലേ. അവരെന്ത് കൈവിഷമാണ് നിങ്ങൾക്ക് തന്നത്? എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അത് ഇവിടെ എന്തോന്ന് പറയണ മണി? നീ എന്തോ പറയണത്? ഒന്നും അറിഞ്ഞോളല്ലേ. ഒന്നും അറിഞ്ഞോളെന്ന് ഭാവിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാലോ. ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ നാട്ടുകാരെ അകത്തെങ്ങാനും പോ.
എന്താണ് സംഭവം ഞാൻ പറഞ്ഞുതരാം. വാ നിങ്ങൾ വാ. കൈ വിട്. വിട്. മണി പറയട്ടെ. കേറി വരാനല്ലേ പറഞ്ഞത്. കൈ വിട്. എന്തെങ്കിലും സംഭവിക്കൂടി. നീ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. വാ. കൈ വിട് നീ. കൈ വിട്. എന്തോന്നത്? സത്യം പറയണം. എന്തോന്ന്? നിങ്ങൾ എന്തിനാണ് അവളുടെ വീട്ടിൽ പോയത്? സുമലതയുടെ വീട്ടില്. അയ്യോ മണി, അതിന്ന് സുമലതയുടെ വീട്ടിൽ നിങ്ങളൊന്നും പറയണ്ട. എനിക്കെല്ലാം അറിയാം. എനിക്കെല്ലാം മനസ്സിലായി. എന്തോന്നാണ് ഞാൻ പറയട്ടെ. എടി സുമലതയുടെ വീട്ടിൽ പോയെന്ന് പറയട്ടെ. എനിക്ക് കേൾക്കണ്ട. അമ്മ. എല്ലാം മനസ്സിലായി. അമ്മ അച്ഛൻ ഒന്ന് പറഞ്ഞോട്ടെ. അതെ മണി, ഞാൻ ഒന്ന് പറയട്ടെ. എടി ഇന്ന് സുമലതയുടെ വീട്ടിൽ ഒരാൾ വന്നു, ഒരു കൈനോട്ടക്കാരൻ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഭർത്താവിന് വലിയൊരു അപകടം പറ്റാൻ പോണ്, അത് ഒഴിവാക്കണമെങ്കിൽ ഒരു പൂജ ചെയ്യണം, ഈ താലിമാല പൂജിക്കണം എന്ന് പറഞ്ഞ് 4 പവന്റെ താലിമാലയും വാങ്ങിച്ചോണ്ട് പോയി. കള്ളനായിരുന്നെന്ന്. അയാളുടെ വേല എങ്ങനെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരെ വീട്ടിൽ പോകും. അവരെ വീട്ടിൽ പോയിട്ട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇതുപോലെ മാലയൊക്കെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചോണ്ട് പോകും. എന്നിട്ട് എന്തോന്നായി? എന്നിട്ട് തക്ക സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ എത്തിയ ഉടനെ പോലീസിനെ ഇൻഫോം ചെയ്തു. ആളെ പിടിച്ചു. പിടിച്ചല്ലേ? പിടിച്ചല്ലേ? അതുകൊണ്ട് മാലയും കിട്ടും. അച്ഛാ, ആ കള്ളനെ ഇവിടെയും വന്നിരുന്നു. എന്നിട്ട് 1.5 പവന്റെ മാലയും കൊണ്ട് പോയി. മണി, നീ ഇത്ര പൊട്ടിയായി പോയില്ലേ മണി? നിങ്ങൾക്ക് അപകടം വരും എന്ന് പറഞ്ഞാലേ മാലയല്ല, ഞാനൊരു ജീവൻ വരെ കൊടുക്കും. ഇനിയിപ്പോ പോട്ടെ. അല്ലെങ്കിൽ ഞാൻ പിള്ളേരോട് പറയായിരുന്നു, ഒരു കാരണവും ഇല്ലാതെ രവിയേട്ടൻ അവരെ വീട്ടിൽ പോവില്ലെന്ന്. ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ? എന്റെ ദൈവമേ, ഇല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുവിട്ട് വെറുതെ എന്തൊക്കെ ഈ അമ്മ പറയായിരുന്നു. ഞാൻ പറഞ്ഞാണ് എന്റെ അച്ഛൻ പാവം. എന്ത് പറഞ്ഞു? ഒന്നുമില്ല അച്ഛാ, അത് ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നമാണ്. അതെ, അതൊക്കെ പോട്ട്. അച്ഛൻ ആ മാല എങ്ങനെയും കിട്ടുമെന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. ഇനിയിപ്പം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ കിട്ടുമായിരിക്കുമല്ലേ മാല? കിട്ടും. രവിയേട്ട വാ വാ. നോക്കടി, അടയും ശർക്കരയും പോണം. നീ എന്തോന്ന് ആലോചിക്കണേ? അല്ല റിങ്കി, ആ ഡോക്ടറിനെ കെട്ടാതെ അച്ഛനെ തന്നെ അമ്മ കെട്ടിയതേ ഒന്നു. എങ്ങനെ സംഭവിച്ചത്? കഷ്ടം. അല്ല, ഡോക്ടറിനെ കെട്ടിയിരുന്നെങ്കിൽ എന്റെ അച്ഛന്റെ ജോലി എന്താന്ന് പറയും? കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ ഗമയില് പറയും. ഞാൻ